ഹായ് ഗായ്സ്, എവ്ലിൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ വീഡിയോ ഇത്തിരി ലേറ്റായി പോയി കേട്ടോ. ഇത് ആദ്യമായിട്ട് എവ്ലിൻ സെറ്റാക്കുന്ന ട്രീ ആണ്. ഇതുവരെ അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്ലിൻ ചെറുതായിരുന്നപ്പം ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ സാധനങ്ങൾ എവ്ലിൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത്തവണ എവ്ലിനായിട്ട് തന്നെ ട്രീ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞ് എവ്ലിനാണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുന്നത്. ആ ട്രീ മാത്രം ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി അതിനകത്ത് തൂക്കാനുള്ള എല്ലാ സാധനങ്ങളും എവ്ലിൻ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വന്ന് തൂക്കുന്നു. ഹൈറ്റിലേക്കുള്ളത് മാത്രമേ നമ്മൾ തൂക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ പകുതി തൊട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന എല്ലാ സംഭവങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് ലാസ്റ്റ് നമ്മുടെ ട്രീയുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞ് എവിലിനെ കാണിക്കാൻ വേണ്ടി ഞാൻ മുകളിൽ കയറ്റിക്കൊണ്ട് വന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് ലൈറ്റ്സ് ബാക്കി വന്നതെല്ലാം എടുത്ത് അവിടെ തൂക്കിയിരിക്കുന്നതാണ്. സ്റ്റാറും തൂക്കിയിട്ടുണ്ട്. പിന്നെ ക്രിബിൻ്റെ പരിപാടികളുണ്ടായിരുന്നു, പക്ഷേ അതിന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ ക്രിബ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. ഡിസംബർ എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു മാസമാണല്ലോ. അത് എല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണ് ഡിസംബർ എന്ന് പറയുന്നത്. എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണേലും കരോള്, പള്ളി രാത്രിയിലെ പാതിരാ കുർബാനയ്ക്ക് പോക്ക്, അങ്ങനത്തെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു സ്പെഷ്യലായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന കരോളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരുപാട് കരോൾസ് വരും. യൂത്തിൻ്റെ വരും, യാക്കോബിറ്റ്സിൻ്റെ വരും, മറ്റേ CSIക്കാരുടെ വരും, RCക്കാരുടെ വരും. അങ്ങനെ ഒരുപാട് പേരുടെ കരോൾ വരും. ആദ്യമൊക്കെ എവിലിന് ഈ സാന്താക്ലോസിനെ കാണുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പ, അതിനെ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിനെ കാണുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പുപാലം ടൗൺ കരോളാണ്. ഒരു 3-4 ഇടവകക്കാർ കൂടി ഒന്നിച്ച് നടത്തുന്ന കരോളാണ്. അതെന്ന് പറയുന്നത് ഇരുമ്പുകാലത്തെ സകല മനുഷ്യരും അന്ന് ആ ടൗണിലുണ്ടാവും. അപ്പോൾ എവലിൻ ആദ്യമായിട്ട് ടൗൺ കരോള് കാണാൻ പോയതാണ്. ഭയങ്കര എന്താ പറയുക, ക്രൗഡഡ് ആയിരുന്നു. ലൈറ്റ്സ്, സൗണ്ട്, പടക്കം ഉണ്ടായിരുന്നു. എവലിൻ മൊത്തത്തിൽ ആവേശമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ട്, ഡാൻസ്, ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ തോളിൽ കയറിയിരുന്ന അവൾ അതെല്ലാം കാണുകയും ഡാൻസ് കളിക്കുകയൊക്കെയാണ്. പിന്നെ നമ്മുടെ ബേസിലയിൽ പപ്പോയാണ് കേട്ടോ ഇത്. അവനും ഉണ്ടായിരുന്നു അന്ന് പരിപാടിക്ക്. ഇത് നമ്മുടെ വീട്ടിൽ കരോള് വരുന്ന ദിവസം, നമ്മുടെ കരോളിൻ്റെ അന്ന് എവൻ ക്രിസ്മസ് പപ്പായുടെ ഉടുപ്പൊക്കെ ഇട്ട് കരോളിന് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനെടുത്ത വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ കരോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പുൽക്കൂട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മളൊരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ എവലിനുണ്ടായതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് പ്രാവശ്യം ക്രിസ്മസിനെ വരവേറ്റത്. കരോളിന് വന്നപ്പം, ഉണ്ണീശോന് വന്നപ്പോൾ എവലിന് ഉമ്മ വെക്കുന്നതൊക്കെയാണ്. പിന്നെ ആളങ്ങ് കരോളിന് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട് തൊട്ടുള്ള എല്ലാ വീട്ടിലും എവലിൻ കരോളിന് പോയിട്ടുണ്ട്. ബാക്കി പപ്പാമാരെല്ലാം ടയേർഡായി ഡാൻസൊക്കെ കളിച്ച് സൈഡായപ്പോഴും ആൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ആളങ്ങ് ഏറ്റെടുത്തു ഫുള്ള്. പിന്നെ ഫുൾ പാപ്പാ ഡാൻസ് മുഴുവൻ എവലിൻ്റെ വകയായിരുന്നു. രാത്രി 12 മണി വരെ എവലിൻ പാപ്പാ ഡാൻസും കളിച്ച് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത കരോൾ നൈറ്റായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇടാത്തത്. ആൾ കരോളിന് പോയി 1-2 പാട്ടുകളൊക്കെ കാണാതെ പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പാതിരാ കുർബാന കഴിഞ്ഞ് വന്നതാണ്. പാതിരാ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് പടക്കവും പൂത്തിരിയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊട്ടിക്കുന്നതാണ്. എവലിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പൂത്തിരിയൊക്കെ ചെറിയ പേടിയാണ്, പക്ഷെ പടക്കമൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ പൂത്തിരി കത്തിക്കാൻ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ ആകുമ്പോഴത്തേക്കും ഞങ്ങളതങ്ങ് മാറ്റി കൊടുക്കും. ആദ്യത്തെ പോർഷൻ കത്തിച്ചിട്ട് ആളിങ്ങനെ അങ്ങ് കറക്കിക്കോളും. അത് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്ക് പേടിയാണ്, തെറിക്കോ ഇല്ലയോ എന്നുള്ളത്. പപ്പായും അമ്മയും ചച്ചി അമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് പൂത്തിരി കത്തിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ എന്നും നമുക്ക് സ്പെഷ്യലാണല്ലോ, ഒരു പ്രതീക്ഷയുടെ മാസവും കൂടിയാണ്. അപ്പോൾ ഈ പൂത്തിരി കത്തിയിലും പരിപാടിയും എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്കും വൈനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ കേക്കും വൈനും മുറിക്കുന്നുണ്ട് കേട്ടോ. കേക്കും വൈനും എവലിൻ കേക്കൊന്നും ഒരുപാട് കഴിക്കത്തില്ല, പക്ഷെ കുറച്ച് കഴിച്ചു.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി